തല തന്നെ വീണു, ഛർദ്ദിച്ചു. എന്നെ നല്ലപോലെ ഒരു ദിവസം ചവിട്ടി അങ്ങ് ശരിയാക്കി. ചവിട്ടി പിറ്റേ ചെറുത് വയറ്റിൽ മേലൊക്കെ കുറേ അങ്ങ് ചവിട്ടി. എന്നിട്ട് അപ്പോൾ എനിക്ക് മേൽ മൊത്തം ചതവും വേദനയൊക്കെ ആയി. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യണമല്ലോ, സ്കൂളിൽ പോകണമല്ലോ, ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം ചെയ്തു, എനിക്ക് പെയിൻ കില്ലർ തന്നു, വേദന മാറാൻ മാപ്പൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ തന്നു. പിന്നീട് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിലെ ദീപ്തി ടീച്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ ഇന്ന് വരെ അവർ പറയാത്ത കാര്യങ്ങൾ ഇന്ന് ആദ്യമായിട്ട് തുറന്ന് പറഞ്ഞേക്കുവാണ്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ സാധാരണ അധികം ഈ ഫുൾ വീഡിയോസ് പലതും കാണാൻ ശ്രമിക്കാറില്ല, കാരണം പറ്റത്തില്ല. ഇത് പക്ഷേ ഏതാണ്ട് 42 മിനിറ്റുള്ള വീഡിയോയും ഞാൻ കണ്ടു. അതിനകത്തുള്ള പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഇതിനകത്ത് അവർ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അവരെക്കുറിച്ച് നമ്മൾ ഇത്രയും നാൾ കണ്ടത് സംഭവത്തിൻ്റെ അപ്പുറത്തേക്കാണ്. അതിന് പുറമെ അവർ പറയുന്നു, അവരുടെ ഏതൊക്കെയോ റിയാക്ഷൻ ചാനൽസിൻ്റെ അകത്ത് ആൾക്കാർ ആരൊക്കെയോ അവരെ മോശമാക്കി, അവർ ഹോസ്പിറ്റലിൽ കിടന്നതിനെക്കുറിച്ച് അവരെ കളിയാക്കിയും മോശമാക്കിയിട്ടൊക്കെ പറഞ്ഞു. ആരാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ കൂടെ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ദീപ്തി ടീച്ചറും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അവരുടെ കല്യാണം നടന്ന സമയത്ത് അവരെ ആക്ഷേപിച്ചുകൊണ്ട് ആരൊക്കെ വന്ന സമയത്ത്. സോ എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് കേൾക്കാം. പറയാതിരിക്കാൻ വല്ല വഴിയുണ്ടോ, അതോ പറയണോ? ഇതെല്ലാം ഞാൻ ആലോചിച്ചു. ചിലർ ചോദിക്കുന്ന പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ ആശുപത്രികളൊക്കെ പറയാൻ പോയത്. ചിലർ ചോദിക്കും ഇത് മറച്ചു വെച്ചു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചോട്ടെ, പിന്നെ ഞാനല്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയയിലുള്ളവർ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് കൊണ്ടാണ് എല്ലാവരും അറിയുന്നത്. എന്ന് വെച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവരുടെ എല്ലാം ജീവിതം വളരെ പെർഫെക്റ്റ് ആയിട്ട് 100% നന്നായിട്ടാണ് പോകുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെട്ടുള്ള കമന്റിലൂടെ തന്നെ. കൾച്ചറൽ ഫെലോസ് കാരണം നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും എൻ്റെ വീട്ടുകാർക്ക് അറിയാം, ചിലതൊന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. ഈ വീഡിയോയിലൂടെ തന്നെ അവർ അറിയാൻ പോകുന്നതും കുറച്ച് കൂടുതൽ വെച്ച് നിങ്ങൾ കേൾക്കാം. എനിക്ക് കുറച്ച് കൂടി പറയാൻ പറ്റില്ല, പറയാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളോട് കൂടി തന്നെ തുടങ്ങട്ടെ. കാരണം പലരും എന്നോട് ചോദിച്ചാൽ നിങ്ങളൊരു ടീച്ചറല്ലേ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പല വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ധൈര്യം തന്നെ ഒരു ടീച്ചറായിട്ട് കാണണ്ട. ഞാനിപ്പോൾ ടീച്ചറല്ല, കഴിഞ്ഞ കുറേ നാളായി ഞാനിപ്പോൾ ഒരു ടീച്ചറല്ല, ഞാൻ ഒന്നുമല്ല, ഒരു സാധാരണ വ്യക്തിയാണ്. ഒരുപാട് ഇമോഷനുകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ടീച്ചർമാർക്ക് ഇമോഷൻസ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ടീച്ചറല്ല, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിപ്പിക്കുക കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയ ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് എപ്പോഴാണ് പഠിപ്പിക്കാൻ താല്പര്യം തോന്നുന്നത് അന്നേരം ഞാൻ തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ കയ്യിലുള്ള അസറ്റാണ് എൻ്റെ വിദ്യാഭ്യാസവും എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം തന്നെ കരുതിക്കും. കാരണം ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കാണ്ട് വേണ്ടി തീർക്കേണ്ട ഒരു പ്രൊഫഷനാണ്, അല്ല ആർക്കാണ്ട് വേണ്ടി ചെയ്ത് തീർക്കേണ്ട ഒരു പ്രൊഫഷനായിട്ട് കാണേണ്ടതല്ല ടീച്ചിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ദയവായി കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ഞാൻ വലിയ ബോൾഡായ ഒരു വ്യക്തിയാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ കമന്റിലൂടെ കാണുന്നതല്ല. ശരിക്കും ഞാൻ അങ്ങനെയല്ല, നിങ്ങളെ പോലെ ഒരു സാധാരണ വ്യക്തിയാണ്. നിങ്ങൾ സാധാരണ വ്യക്തിയാണ്, ഞാനും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ടീച്ചർ അല്ലെങ്കിൽ പോലും കുറേ കാലം മുമ്പ് എൻ്റെ പേരുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ആയിരുന്നു ഞാൻ ഭർത്താവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. എനിക്ക് എന്തോ കളറുണ്ട്, അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ കാണിക്കാത്തത് എന്നായിരുന്നു പ്രശ്നം. അതെന്തോ അവസാനിച്ചു. ഇപ്പോൾ വീഡിയോയിൽ എൻ്റെ ഭർത്താവിനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഭർത്താവിനെ ആക്ച്വലി ഈ ഒരു കാര്യം വളരെ എവിഡൻ്റ് ആണ്. കാരണം ഇവരുടെ, അതായത് ദീപ്തി ടീച്ചറിൻ്റെ ഇപ്പോഴത്തെ മാരേജ് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീഡിയോയ്ക്കകത്ത് വന്നിരുന്നിട്ട് അവരിച്ചിരി സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണലായിട്ടുള്ള അവർ ഇരുന്ന് രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്ന മൊമെൻറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവർ എന്താ ഈ ടീച്ചർ കാണിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാണിച്ചു വയ്ക്കുന്നത്. അതായത് അവരെ മനസ്സിൻ്റെ അകത്ത് മറ്റെന്തോ ധാരണയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവരിങ്ങനെ കാണിക്കുന്ന സമയത്ത് അവരിന്നെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ, അത് മോശമായിട്ടൊന്നും കാണിക്കുന്നുകൂടിയില്ല, എങ്കിലും അവരങ്ങനെ പറയാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ ഞാനും കാണുന്നുണ്ട്, കമൻറ്റ് ബോക്സുകളിൽ ഞാനും കാണുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. കാരണം ഈ രേണു സുധിക്ക് മറ്റേ ഡ്രസ്സ് കുറയുന്ന കാര്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ രേണു സുധീരയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും വേവലാതിപ്പെടുന്നവർ, ഈ പറഞ്ഞ രണ്ടാമതൊരു വിവാഹവും കഴിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നമ്മുടെ ഈ പുള്ളിക്കാരത്തി, അതായത് നമ്മുടെ ദീപ്തി ടീച്ചർ, ഇങ്ങനെ കുറേ അധികം ആൾക്കാർ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ നമ്മൾ നല്ലവരാക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മളല്ല അവരെക്കുറിച്ച് ജഡ്ജ് ചെയ്യേണ്ടത്, നമ്മളല്ല. ഇപ്പം പബ്ലിക്കിലേക്ക് വരുന്നൊരു കാര്യമായിട്ട് അഭിപ്രായം പറയാം. അതർവൈസ് അവരുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് അവരല്ലേ. അവരുടെ ഹാപ്പിനെസ് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക. അല്ലാതെ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. കാണിക്കാതിരുന്നതും തെറ്റ്, ഭർത്താവിനെ കാണിച്ചതും തെറ്റ്. പക്ഷേ ആ രീതി ആയിരിക്കാം തെറ്റെന്ന് എനിക്ക് തോന്നിയത്. ഇതിൽ എന്താണ് ഞാൻ ടീച്ചർ ആയതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ട് എന്ന് ഞങ്ങൾ തന്നെ കരുതുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വളരെ എന്ന് കരുതുന്ന വീഡിയോസ്, അതിലെന്താ കയ്യിൽ പിടിച്ചു വല്ല ചേർന്ന് നിന്നു എന്നുള്ളതൊന്നും ഓൾമോസ്റ്റ് എല്ലാ കപ്പിൾ ബ്ലോഗുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. നിങ്ങളൊരു ടീച്ചർ അല്ലെ എന്തിനാണ് നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭർത്താവിനെ കാണിച്ചതാണോ കാണിക്കാത്തതാണോ തെറ്റ്, ഒന്ന് ആ കാര്യം അതവിടെ നിൽക്കട്ടെ. രണ്ട്, ഞാൻ ഭർത്താവിൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നതും ഭർത്താവിനോട് ചേർന്നിരിക്കുന്നതും ഒക്കെ നിങ്ങളൊരു ടീച്ചറല്ലേ? ഈ ടീച്ചർമാരെന്താ മറ്റേ ഇരുമ്പിൽ ഉണ്ടാക്കിയ ആൾക്കാരാണോ? അവർക്ക് വികാര വിചാരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാരുടെ പോലുള്ള ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെന്നാണോ വിചാരിക്കുന്നത്? അവരും മനുഷ്യരാണ്, അവർക്കും ഉണ്ട് ഒരുപാട് നീഡ്സ്. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിക്കുന്നു, അവർ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോവുക. കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇന്റർവ്യൂകളിലും വലിയ വലിയ മീഡിയകളിലും പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിലുള്ളവരെ ഞാൻ സഹായിക്കുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നിടത്തോളം ഞാനത് ചെയ്യും, എനിക്ക് പറ്റുന്നിടത്തോളം ഞാനത് ചെയ്യും. എനിക്ക് വേണ്ടെന്ന് തോന്നിയാൽ ഞാനത് നിർത്തും. അല്ലാതെ ആജീവനാന്തം ഞാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കാം എന്ന് ഞാൻ എങ്ങും വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അത് അങ്ങനെ ഒരു കാര്യം. രണ്ട്, ഞാൻ സഹായിക്കുന്നത് വീഡിയോ വഴി കാണിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, റീച്ചിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ പിന്നെ വലിയ പ്രശ്നമായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നു, ഞാൻ സഹായിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കാണിക്കാണ്ടായപ്പം അത് അതിലും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ട് സഹായിച്ചതാണോ കാണിക്കാതെ സഹായിക്കുന്നതാണോ അതോ ഞാൻ ഇതൊക്കെ മറച്ചു വെക്കുന്നതാണോ പറയുന്നതാണോ, ഇതിൽ എന്താണ് എന്ന് എനിക്കോട് പിടികിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല.
ആക്ച്വലി ദീപ്തി ടീച്ചറിനോട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഇപ്പോൾ ദീപ്തി ടീച്ചറിൻ്റെ വിവാഹം എല്ലാവരും വളരെയധികം അനുമോദിച്ചു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, സന്തോഷമാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് പേർക്ക് സന്തോഷമായി. അത് ഇന്നും ആ സന്തോഷത്തോടു കൂടി കാണുന്ന ആൾക്കാർ ഒരു പറ്റം ആൾക്കാരുണ്ടാവും. എന്നാൽ അപ്പോഴും ചില ആൾക്കാർക്ക് ചില അസ്വസ്ഥതകളുണ്ടാവും. ഇത് ഒരുപാട് ദിവസമൊന്നും പോകത്തില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും, എല്ലാ കുടുംബത്തിൽ നടക്കുന്നതല്ലേ എന്നൊക്കെ പറയും. അതായത് എൻ്റെ വീട്ടിലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി നോക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ എന്ന് നോക്കിയിട്ട് അവിടുത്തതും പോയി, സമാധാനമായി. അതേസമയത്ത് എൻ്റെ വീട്ടിലെ മാത്രം കറണ്ട് പോയി അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഇതെന്തോ സംഭവം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആദ്യ പിടിക്കും. അതുപോലെയാണ് മറ്റുള്ളവരുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിനകത്ത് ആദ്യ പിടിക്കുന്നു, ഭയങ്കര ടെൻസ്ഡ് ആവുന്നു, ഭയങ്കരമായിട്ട് വറീഡ് ആവുന്നു, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന പോലെ തേജോവധം ചെയ്യുന്നു. ഇതെന്തിനാണെന്നറിയത്തില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് കുറേ ഉപദേശം വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളെന്തിനാണ് ഇവരെ ഉയർത്തി പറയുന്നത്? ഈ ഉയർത്തി പറയാനോ പൊക്കി പറയാനോ ഇവരാരും ഈ പൈസ നിരീത്തിരിക്കുന്ന ആളുമല്ല. ഞാൻ ഈ ചാനലിൽ കുറേ കാലത്തിന് മുമ്പേ ഇവരിടുന്ന വീഡിയോസ് ഞാൻ കാണാറുള്ള ആളാണ്. അന്ന് ഈ വളരെ നാടൻ ശൈലിയിലുള്ളൊരു വീഡിയോ, അതുപോലെ തന്നെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ആ സ്ഥലം, അതുപോലെ തന്നെ കാട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസം, പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുന്നുള്ളൊരു തോന്നൽ, ഒരുപാട് മനുഷ്യരുമായിട്ടുള്ള ഇടപെടൽ. അപ്പം നോക്കുമ്പോഴേക്കും ഞാൻ പുസ്തകം വായിക്കുന്ന ആളാണ്, എനിക്ക് ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപെടൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് കാണുമ്പോൾ ഒരു സന്തോഷം. ആ സ്ത്രീ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ അവർ ചെയ്യുന്ന കാര്യത്തിന് കൈയടിക്കുക എന്നുള്ളത് മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ അത് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. സോ അല്ലാതെ അവരെ പൊക്കി പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പൊക്കി പറഞ്ഞിട്ട് വേണ്ട അവർ ഉയർന്നു പോകാനും. സോ ഭർത്താവിനെ കാണിച്ചാൽ കുറ്റം, കാണിച്ചില്ലേ കുറ്റം, സഹായിക്കുന്നത് കാണിച്ചാൽ കുറ്റം, സഹായിക്കുന്നത് കാണിച്ചില്ലേ കുറ്റം. ഇപ്പോൾ കുറച്ച് കമന്റ് വരും ബഹുജനം പലവിധം. അതുകൊണ്ട് ഇത് മൈൻഡ് ആക്കണ്ട, എന്തിനാ നെഗറ്റീവ് കമന്റ് മാത്രം മൈൻഡ് ആക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കും. ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ചില വീഡിയോസിന്റെ കമന്റ്സ് വായിക്കാറുണ്ട്, ചില കമന്റ്സ് വായിക്കാറേയില്ല. ചിലർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ആൾക്കാർ അയച്ചു തരുന്നതാണ്. അപ്പോൾ റിയാക്ഷൻ വീഡിയോസിൽ കുറച്ച് പേരെ ഞാൻ അടുത്ത 1-2 റിയാക്ഷൻ വീഡിയോസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു, കാരണം ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കാരണം പറഞ്ഞില്ല. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കണ്ടന്റ് കിട്ടാതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ആരുടെ ചെയ്തേ? ഹോസ്പിറ്റലായിരുന്നു, അത് കാരണം പറയാത്തതോ? എനിക്കറിയത്തില്ല ആരാണ്. എല്ലാ കാര്യവും പറയും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പറയുന്നത് പരമാവധി ഞാൻ സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെ പോലെ ചില സമയങ്ങളിൽ നമുക്ക് സത്യം മറച്ച് വെക്കേണ്ടി വരും, കള്ളം പറയേണ്ടതായിട്ട് വരും. ഞാൻ നിൽക്കുന്ന ആശുപത്രിയിൽ, ഞാൻ അഡ്മിറ്റ് ആയ ആശുപത്രിയിൽ എന്താണ് കാരണം അറിയാവുന്ന ഒരുപാട് സ്റ്റാഫ് നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുമ്പോൾ യൂട്യൂബിൽ വന്നിരുന്നത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോ ഈ ഒരു കാര്യം മറച്ച് വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനത് പറയാം. പക്ഷേ അത് പറയാൻ എനിക്ക് കുറച്ച് ടൈം വേണം. ഞാനത് പറഞ്ഞില്ല, ഞാനത് പിന്നീട് ഞാൻ ഇറങ്ങിയിട്ട് പറയാം. ഞാനത് പറയാത്തതായി അതിന് വലിയ ഇത് ഒരാളുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ സമൂഹം നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്കുള്ള കാര്യമാണ്. അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മളത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. കാരണം ദീപ്തി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഔട്ട്സൈഡിൽ നിൽക്കുന്ന മൊബൈൽ ഫോണിനകത്തിരുന്ന കമൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ വശം പറയുക എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പബ്ലിക്കിൽ കിട്ടത് കൊണ്ടല്ലേ എന്ന്. പക്ഷേ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതും ഒരാളുടെ ആരോഗ്യ പ്രശ്നവും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും മറ്റുള്ള കാര്യങ്ങളെയും വെച്ചുകൊണ്ട് നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു പരിപാടിയോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. അത് ചെയ്യാൻ പാടില്ലെന്നേ, പാപമാണത്. അവരന്ന് ആ ഹോസ്പിറ്റലിലുള്ള കാര്യം ഞാനൊക്കെ വളരെ ലേറ്റായിട്ടാണ് അറിയുന്നത്. കാരണം അവരുടെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ പുള്ളിക്കാരത്തിൻ്റെ. ഏതാണ്ട് ആ പോസ്റ്റ് അവരിട്ട് 4 ദിവസത്തിന് ശേഷമാണ് ഞാനത് അറിയുന്നത്. മറ്റേ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അന്നാണ് ഞാൻ ആ വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തത് 4 ദിവസത്തിന് ശേഷം. അപ്പോൾ അതിന് മുമ്പേ തന്നെ അവരെ ഈ കാര്യത്തിനെ കുറിച്ച് ആരൊക്കെ കുറ്റം പറഞ്ഞു എന്നാണ് പറയുന്നത്, അറിയില്ല ആരാണെന്ന്. വന്നാൽ ഇത് പറയണം എനിക്കറിയാമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നത് കുഞ്ഞാവ് തന്നെയാണ്. പിന്നെ വേറെ ആരോടും ഞാൻ ചോദിക്കാൻ തന്നിട്ടില്ല. അതായത് ഇപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ എന്തുകൊണ്ടാണ് ആശുപത്രിയിലായത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പിന്നേക്കുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ആദ്യ ഭർത്താവിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. പിന്നീട് ചോദിക്കരുത് എന്തിനാണ് ഇപ്പോൾ അയാളെ വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടിടുന്നത്. കാരണം ഇപ്പോൾ പുള്ളി നിരന്തരമായിട്ട് എന്നെ വിളിക്കാറുണ്ട്, കുഞ്ഞാവിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് ചോദിക്കുന്നത് നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ, നീ എത്ര നമ്പർ ബ്ലോക്ക് ചെയ്യും, ഏതൊക്കെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യും, നമ്മുടെ നമ്പർ മാറണം. ഞാൻ കൃഷി മുട്ടക്കച്ചവടം അങ്ങനെ പല ബിസിനസ് കാര്യങ്ങളായിട്ട് നടക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എൻ്റെ നമ്പർ മാറ്റി കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ നിൽക്കും. ഞാൻ നമ്പർ മാറ്റി പിന്നെ വിളിച്ച് ഞാൻ ആദ്യം ചുറ്റുമുള്ള നമ്പർ കൊണ്ടായിട്ട് വരും. പിന്നെയും ചുറ്റുമുള്ള ആരുടെയും കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് നമ്പർ എത്തും. നമ്മുടെ വീടിനടുത്തുള്ളത് എൻ്റെ അസുഖ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അനുഭവിച്ച് അതിൽ നിന്ന് കാര്യമായ സിറ്റുവേഷൻ പറയണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോകാൻ എനിക്ക് വരെ കഴിയും. എന്നെ ജോലിക്ക്, അതായത് എൻ്റെ PG കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് എൻ്റെ ആദ്യ ഭർത്താവ്, അതായത് വിജയ് എന്ന പേരുള്ള വ്യക്തിയാണ് ഇന്റർവ്യൂ ചെയ്തത്. അതായത് വേറൊരു വിവാഹത്തിലേക്ക് കടന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ ദീപ്തി സീതത്തോടിൻ്റെ ആദ്യ ഭർത്താവ് ഈ വിവാഹത്തിലേക്ക് എത്തി ഇവരുടെ ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും ട്രിഗറായിട്ട് ഇവരെ നിരന്തരമായിട്ട് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നു, അവരെ ജീവിക്കാൻ നേരം വണ്ണം അനുവദിക്കുന്നില്ല. നാർസിസ്റ്റ് തന്നെ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നമ്മൾ കുറേയധികം നാർസിസ്റ്റുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ എലിസബത്തിൻ്റെ വീഡിയോയ്ക്കകത്ത്, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ള കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അതിനകത്ത് എലിസബത്ത് വിഷു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സന്തോഷവതിയായിട്ട് ഫാമിലിയോടൊപ്പമുള്ള നല്ല സന്തോഷ നിമിഷങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ കുട്ടിയുടെ ലൈഫ് പോയത് എങ്ങനെയാണ്. അതുപോലെ ലൈഫ് നഷ്ടപ്പെട്ടിട്ട് മറ്റൊരാളുടെ കൂടെ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ സന്തോഷ നിമിഷങ്ങൾ പബ്ലിക്കിലേക്ക് കാണിക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം സപ്പോർട്ട് ചെയ്യുമ്പോഴും കുറേ അധികം ഒരു ചെറിയൊരു ന്യൂനപക്ഷം അവരെ കുത്തി നോവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം ഇവരുടെ മുൻ ഭർത്താവും അതിന് മുൻ പന്തി നിന്നുകൊണ്ട് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. ഇത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്?
കല്യാണം കഴിച്ച് രണ്ടാമത്തെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, വിധവയായി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ കുറ്റം. സമൂഹത്തിൻ്റെ ഒരു അലിഖിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം അറിയാമോ, ഈ ഒരു മൊറാലിറ്റി പറയുന്ന എല്ലാ ആൾക്കാരും ഇതിൻ്റെ അപ്പുറത്തൊക്കെ ചെയ്യുന്നവരായിരിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ചെയ്തെടുത്തു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ റിലേഷനിലായി. അയാൾ തന്നെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു, ആലോചിച്ചു. ഞാൻ അപ്പോൾ കാരണം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ടീച്ച് എന്നോട് പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ കരുതി അത് നിങ്ങൾ ചിന്തിച്ചാൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ ഒരു പെൺകുട്ടി അന്നത്തെ മെന്റാലിറ്റിയിൽ എന്താണ് ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു പ്രണയത്തിന്റെ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജോലി ആയിട്ട് നടക്കുന്നു, സ്നേഹങ്ങളിലേക്ക് നടക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണല്ലോ. എൻ്റെ ലൈഫിലൊക്കെ നടന്നിട്ടുണ്ട്, ഉണ്ടാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ ഒരുങ്ങാൻ പാടില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, എല്ലാം ഞാനാണ് നല്ലോണം വർത്തമാനം പറയും. പിന്നെ ഞാൻ വർത്തമാനം നോക്കി എനിക്ക് ഞാൻ പറയുന്ന ഇതേ അവസ്ഥ കൊടുക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ടോക്സിക്കൽ ഇതേപോലെ അനുഭവിക്കുന്ന ആൺകുട്ടികളുണ്ടാവും. നല്ല രീതിയിൽ പോസിറ്റീവായ കുട്ടികളാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന ആൺകുട്ടികളുണ്ട്. അതെനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലാന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്. എനിക്ക് അറിയാവുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതായത് അവരുടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നാണ് അവർ പറയുന്നത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നമ്മൾ ജീവിക്കുന്ന ഒറ്റ പ്രാവശ്യം ഈ ഭൂമിയിൽ ഒരേ ഒരു സമയം വൺ ടൈം മാത്രമാണ്. അപ്പോൾ ആ ഒരു പ്രാവശ്യം മാത്രം കിട്ടുന്ന പിന്നെ ഒരിക്കലും കിട്ടാത്ത ഈ ഒരു ജീവിതം, അതിനെ നിങ്ങളിങ്ങനെ കണ്ണീരിൽ തന്നെ ജീവിക്കണമോ, നിങ്ങൾ ആരുടെയെങ്കിലും അടിമയായിട്ട് ജീവിക്കണമോ, അതോ അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകണമെന്ന് എന്നോട് ചോദിച്ചാൽ സത്യം പറയാം, നിങ്ങളത് പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകണമെന്നേ പറയുള്ളൂ. സ്വാതന്ത്ര്യമില്ലാത്ത നിങ്ങളൊരു ഭയങ്കര സ്വർണം കൊണ്ട് പൂശിയ ഭയങ്കര അല്ലെങ്കിൽ സ്വർണം കൊണ്ട് കെട്ടിപ്പൊക്കിയ വലിയൊരു മാളികയുടെ അകത്ത് നിങ്ങൾ അതിന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, പുറത്തുള്ള ശ്വാസം ഏറ്റുവാങ്ങാൻ പറ്റത്തില്ല, മഴ കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, തുറുങ്കൾ അടച്ചതുപോലെ നിങ്ങൾ അതിനകത്താണെങ്കിൽ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. മനസ്സിലാവുന്നുണ്ടോ? അത് എന്ത് തന്നെ ആയിരുന്നാലും, നിങ്ങൾക്ക് എത്ര തന്നെ സ്വർണം കൊണ്ട് മൂടിയിരുന്നാലും ശരി, എന്നെ സ്വാതന്ത്ര്യമില്ലാത്ത ലൈഫാണോ നിങ്ങളിപ്പോൾ അതിനകത്ത് പറഞ്ഞ അവരുടെ സംശയമാണ്. അവരുടെ ലൈഫിനകത്ത് മൊത്തത്തിൽ അവരെ ഇഷ്ടപ്പെട്ട് കോളേജ് ലൈഫിനകത്തുണ്ടായിരുന്നൊരു പ്രണയമാണ്. അത് സ്വാഭാവികമായിട്ട് അത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും, പ്രണയം ഉണ്ടായിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ബ്ലൈൻഡ്നെസ് കാരണം ഓക്കെ പറഞ്ഞത് അങ്ങ് പോയി. പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അയാൾ മിക്കവരും പ്രണയിക്കുന്ന സമയത്ത് ഒരു സ്വഭാവം, പ്രണയിച്ച് അതെല്ലാം കഴിഞ്ഞ് ഒരു ചില പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് സ്വഭാവമൊക്കെ മാറും. അതാണ് എന്നെ കൂടുതൽ തന്നെ പുള്ളിയുടെ കൂടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പറ്റി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ട് നേരെ തലയിൽ തല ഇറങ്ങി ഞാൻ അയാൾ മാത്രമേ ഉള്ളൂ. ഞാൻ തല കറങ്ങി വീഴും. എന്നെ ഒരുപാട് അത് തോളിച്ച് ചവിട്ടി എനിക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തല ഇറങ്ങി വീണു, ഛർദ്ദിച്ചു. എന്നെ നല്ലപോലെ ഒരു ദിവസം ചവിട്ടി അങ്ങ് ശരിയാക്കി. ചവിട്ടി പിടിക്കാൻ ചെറുത് വയറ്റിൽ മേലൊക്കെ കുറേ ചവിട്ടി. എന്നിട്ട് അപ്പോൾ എനിക്ക് മേൽ മൊത്തം ചതവും വേദനയൊക്കെ ആയി. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യണമല്ലോ, സ്കൂളിൽ പോകണമല്ലോ, ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം ചെയ്തു എനിക്ക് പെയിൻ കില്ലർ തന്നു, വേദന മാറാൻ വേണ്ടി മാപ്പൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ തന്നു. പിന്നീട് എന്ത് പറ്റി പറഞ്ഞാൽ ഇതൊരു സ്ഥിര സംഭവം, ഉപദ്രവിക്കും, മാപ്പ് പറയും, പെയിൻ കില്ലർ തരും, ഞാനിത് കഴിക്കും. പിന്നീട് എന്ത് പറ്റി പറഞ്ഞാൽ ഇതൊരു ആക്ച്വലി ഇതൊക്കെ നമ്മുടെയൊക്കെ കൺമുമ്പിൽ സമൂഹത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം, ഒരു ആണും ഒരു പെണ്ണും രണ്ട് തന്നെയാണ്. ആണും പെണ്ണും ഒന്നാണെന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഫൂളിഷ്നെസ് എന്ന് പറയും. കാരണം ഒരു പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഒരു ശേഷി അല്ല ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ശേഷി, രണ്ടാണ്. ഇത് പറയുന്ന കാര്യം രണ്ടുപേരും രണ്ട് തരത്തിൽ കാണണമെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇത് കാര്യം മനസ്സിലാക്കണം. ആണ് വേറെ, ആണിന് വലിയ മഹത്വം, പെണ്ണിന് മഹത്വം ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെയുള്ള ആളെയല്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. പക്ഷേ ഇത് പറയാൻ കാര്യം, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അടിക്കുന്നത് പോലെ അല്ല ഒരു പുരുഷൻ്റെ ദേഹത്ത് ഒരു സ്ത്രീ അടിക്കും. ഇപ്പം ഒരു സ്ത്രീ വന്ന് നമ്മളെ ദേഹത്തേക്ക് അടിക്കുന്ന സമയത്ത് അത് എത്ര ഫോഴ്സ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അതേ സമയത്ത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ദേഹത്തേക്ക് അടിക്കുന്ന സമയത്ത് അവൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു ഒരു ദൃഢത കാരണം ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന സംഭവം എത്ര മാത്രമായിരിക്കും. കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് വേഗം പറ്റും. അങ്ങനെ കീഴ്പ്പെടുത്തി ചവിട്ടി നശിപ്പിച്ച് നാമാവശേഷമാക്കിയ ഒരു ജന്മമാണ് അതായിരിക്കുന്നത്. ഇരുന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇത് പറയുന്നത്. അവർ കഴിച്ച പെയിൻ കില്ലറിനെ കുറിച്ച് പറയുന്നു, അടിക്കുന്നു, തൊഴിക്കുന്നു, വീണ്ടും കരഞ്ഞ് കാല് പിടിപ്പിക്കുന്നു, പിന്നീട് ആ വേദന മാറാൻ വേണ്ടി അവർക്ക് പെയിൻ കില്ലർ കൊടുക്കുന്നു. ഈ പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ആൾക്കാർക്ക് ഡൈക്ലോഫിനാക്ക് മറ്റുള്ള നിരന്തരം ഒരുപാട് സാധനമുണ്ട്. നിരന്തരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നി അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് എന്തുമാത്രം കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ. ഡ്രഗ്സ് മറ്റ് പല സാധനങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് ചില ആൾക്കാർ എന്ത് കാര്യം വന്നാലും ഉടനെ തന്നെ പാരസെറ്റമോളിനെ ആശ്രയിക്കും. $650 ഒക്കെ ചുമ്മാ വാരി വലിച്ച് തിന്നും. ഇതൊക്കെ എന്തുമാത്രം പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാമോ? അറിയാതെ ചുമ്മാ എടുത്ത് എന്തിനും ചിലർ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. സോ സൂക്ഷിക്കുക. അതിനും പറയുന്നുണ്ട്. ബ്യൂട്ടി കോച്ചസ് ആണ്, ഞാൻ കൊള്ളാനിട്ടാണ് അങ്ങനെ ഒരു സംശയം ഉള്ള വ്യക്തിയാണ്. എന്നൊക്കെ ഇങ്ങനെ പല ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഫോൺ ചെക്ക് ചെയ്യലോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ആളുടെ ഫോൺ എനിക്ക് എന്തോ പുള്ളി ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് മെയിൽ നിന്നൊക്കെ ഓരോ കണ്ടിട്ട് ഫോൺ അവിടെ വെച്ചു. ആളുടെ ഫോൺ എൻ്റെ കയ്യിൽ ലോക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ആള് ഒരു സ്ത്രീ 2 കുട്ടികൾ, അതായത് ഒരു ഫാമിലി ഫോട്ടോ. ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായി. കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ്, നല്ലൊരു ഫാമിലി ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക്. അപ്പം നമ്മൾ റിയാക്ഷനൊക്കെ വന്ന സമയമാണ്, 2ാമത്തെ ട്രിപ്പ് വന്ന സമയമാണ്. ആ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനെന്നിട്ട് പുള്ളിക്ക് ബോധം വന്നു. റിയാക്ഷനിൽ വന്നത് പുള്ളി നോർമലായിട്ടോ, പുള്ളി വീണ്ടും തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അത് പുള്ളി എന്താ ചെയ്യുന്നത് അറിഞ്ഞു. ആൾക്ക് മണമൊന്നും വരത്തില്ല, അതിൻ്റെ മണമായിട്ട് എങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷേ ആൾ നോർമൽ.
അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധവും അതിനകത്തുള്ള കുഞ്ഞുങ്ങളും എൻ്റെ ലൈഫിൻ്റെ അകത്ത് വേറെ പാർട്ട്ണറെ അതൊക്കെ പുള്ളിക്കാരത്തിയോട് മറച്ചു വെച്ചു എന്നുള്ള കാര്യം, പൂർണ്ണമായിട്ട് പുള്ളിക്കാരത്തെ വഞ്ചിച്ചു, ചതിച്ചു എന്നുള്ള കാര്യമാണ്. ഒരു ബന്ധത്തിലേക്ക് ഇവരെ കൊണ്ടുവരികയും ഇവരെ നിരന്തരമായിട്ട് തൊഴിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ മദ്യപാനവും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ പുറകെ അവർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ വീഡിയോ എടുക്കുന്നിടത്തും വരത്തില്ല, ഒരു കാര്യത്തിനും വരത്തില്ല. എന്നിട്ട് അതിന് പുറമെ അയാൾക്ക് വേറെ ബന്ധം. സോ സാഡ്. ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്ത് കുറച്ച് നാൾ മുന്നേയുള്ള ഫോട്ടോയാണ്. അതായത് 2 ആമക്കൾ, അത് ഭാര്യ. അതായത് പുള്ളി ഓൾറെഡി മാരീഡ് ആയിരുന്നു. ഇവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു, അതിന് എന്തോ മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മെന്റലി റിട്ടാർഡ് ആയിരുന്നു, അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്നു കുഞ്ഞാണ്. അവർ മധ്യപ്രദേശിൽ മറ്റു വരുന്ന സമയത്ത് അവിടെ വെച്ച് മരിച്ചു. അവിടെ വെച്ച് തന്നെയാണ് കുഞ്ഞിനെ അടക്കിയത്. അത് കഴിഞ്ഞുള്ള 2 ആൺകുട്ടികളാണിത്. ഇവർ ലീഗലി ഡിവോഴ്സ് ആണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. 8 വർഷത്തോളം ഞാൻ അറിയാതെ പോയ ഒരു രഹസ്യം. അപ്പം ഇപ്പം മക്കൾ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവില്ല. ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു, കണ്ടാത്ത പ്രായം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വെച്ചപ്പോഴും ആൾക്ക് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരുന്നതാണ്. പ്രായമൊന്നും എനിക്ക് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ആകെ എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. ഇതിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ അച്ചാച്ചി, എൻ്റെ അമ്മ, അണ്ണാണി, വീട്ടിലുള്ളവരെല്ലാം, അതായത് കുഞ്ഞാവൻ കണ്ണൂരമ്മ ഒഴികെ, പിന്നെ കുറച്ച് ആളുകൾ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് നേരത്തെ ജോലി ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. വിവാഹം, അതായത് അദ്ദേഹത്തിൻ്റെ മുൻ വിവാഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരെ മറച്ചു വെച്ചിട്ട് അയാൾ നന്നായിട്ട് പറ്റിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് എവിഡൻ്റായിട്ട് വരുന്നത്. സോ ഒരു നാർസിസ്റ്റും കൂടിയാണ് പുള്ളി. സോ അതാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഇവരുടെ ലൈഫിനകത്ത് ഇയാൾ ചെയ്തു പോയത്. അടുത്ത ബന്ധം നമ്മൾ ഈ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല. ഉണ്ടായ പകർത്തുകളിൽ എന്നുള്ള പേടി മനസ്സിലുണ്ടെങ്കിൽ ഒക്കെ വെറുതെയാണ്. ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ട് ഞാൻ പറയാം, ധൈര്യമായിട്ട് പുറത്തു പോകുന്നു. ഈ നരകിച്ച് ജീവിക്കുന്നതിന് നല്ലത് എവരെ കൊല്ലുന്നതാണ് ഞാൻ പറഞ്ഞിട്ട്. ഇത് ഇങ്ങനെ നരകിച്ച് നമ്മൾ ജീവിക്കുന്നത് തുറന്നു പറയാം. നിങ്ങൾ വീട്ടുകാർ പറയും, വീട്ടുകാർ തീർച്ചയായിട്ടും കുറച്ച് വഴക്ക് പറയും, തീർച്ചയായിട്ടും വഴക്ക് പറയും. എനിക്ക് വീട്ടുകാർ പറയാൻ ധൈര്യമില്ല. ഇത്രയും കൂടെ നിൽക്കുന്ന അച്ചാച്ചി അമ്മയ്ക്കകത്താണെങ്കിൽ പോലും ഞാൻ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത അവരോട് പേടിയുണ്ടല്ല, അത് വിഷമിക്കും നോക്കിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ ഞാൻ ആശുപത്രിയിലായത്, ഞാൻ ഇതുപോലെ വേദന മാറാൻ മരുന്ന് കഴിച്ച് അടിമപ്പെട്ടിട്ട് ജയിൽ പോലുള്ളടത്ത് ഞാൻ കുറേ നാൾ ഇങ്ങനെ കിടന്ന് അവരെ അസുഖം ചികിത്സിച്ച് മാറ്റി, ആശുപത്രിയിൽ ചികിത്സിച്ച് മാറ്റി. ഞാൻ ആശുപത്രിയിലാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. കാരണം അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അറിയാം ഞാൻ ഇങ്ങനെ അവസ്ഥയിൽ ഞാൻ മരുന്ന് അടിമപ്പെട്ടു, ഞാൻ ഇതുപോലെ ജയിൽ പോലുള്ളടത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ആശുപത്രി ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഇതുപോലെ അസുഖം മാറാൻ ആശുപത്രി ദിവസങ്ങളായിട്ട് കിടക്കാന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വന്ന് വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിലല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയും. ഇതൊരു ടൈപ്പ് ഓഫ് ഡ്രഗ് അഡിക്ഷനാണ്. കാരണം അവരുടെ ദേഹത്തിൻ്റെ അകത്ത് പെയിൻ, രാവിലെ ഇപ്പോൾ ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു, രാവിലത്തെ വീഡിയോയിൽ, അതൊരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം തലേദിവസം കഴിച്ച മദ്യത്തിൻ്റെ ഒരു സംഭവം കുറവ് ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ബോഡി അതിന് റിയാക്ട് ചെയ്യും, അടുത്ത ദിവസം രാവിലെ ഒരു വിറയ്ക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ചെറിയൊരു കാര്യം രാവിലെ ഒരു രാത്രി കിടന്നുറങ്ങി, പെയിൻ കില്ലർ കഴിച്ച് കിടന്നുറങ്ങി, രാവിലെ ഇരിക്കുന്ന സമയത്ത് ബോഡിയുടെ പെയിൻ വീണ്ടും ഉണ്ടെന്ന് തോന്നൽ വരുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഒന്നിലധികമോ ഒക്കെ എന്താ പറയുക, ഈ ഒരു സാധനം കഴിച്ചുകൊണ്ട് പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്ന് ബോഡിക്ക് അതില്ലാത്ത ലെവലിലേക്ക് പ്രശ്നമായി. അവസാനം അത് കാരണം ഒരു ഹോസ്പിറ്റലായി. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതുപോലൊരു സാധനം ഈ അടുത്ത് നിങ്ങൾ എങ്ങനെ കേട്ടിട്ടുണ്ടോ? അതായത് ഡ്രഗ്സ്, അതായത് പ്യുവറായിട്ടുള്ളൊരു എന്താണ് ഡൈക്ലോഫിനാക്കോ അല്ലെങ്കിൽ സംതിങ് ഇച്ചിരി കൂടെ കൂടിയ ഐറ്റംസോ എന്തൊക്കെ സാധനം അവർ നിരന്തരമായ പെയിൻ കില്ലർ ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ഫിക്സഡ് അടക്കമുള്ള കാര്യങ്ങളുള്ളവരാണ്. അപ്പോൾ അത് മേ ബി അത് വന്നിട്ടുള്ളതും ചിലപ്പോൾ ഇതിൻ്റെ കാരണവും ഉണ്ടായിരിക്കാം. മേ ബി സത്യം ഇത്രത്തോളമൊക്കെ ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ ബോഡി അങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യും. അത് രണ്ട്, എങ്ങനെ ഞാൻ കാര്യം ഒരു സോഷ്യൽ മീഡിയ വന്നിരുന്നത് പെട്ടെന്ന് പറയും വിചാരിക്കുന്ന പോലെ. അപ്പം ഞാനിത് ആശുപത്രിയിലെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോട് റിയാക്ട് ചെയ്ത ചെറിയ ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടുകാർ ഇങ്ങനെ പലരും പുറത്ത് പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ഇനി പൊട്ടി വേദനയോട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ലേ? നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന അതേ തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നതാണ് തുറന്നു പറയുന്നത്. എനിക്ക് ആരും ഇല്ലായിരുന്നു തുറന്നു പറയാം. സത്യം പറയാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു തുറന്നു പറയാം. ഞാൻ എന്താണെന്നാലും അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടില്ല. ദീപ്തി ടീച്ചറെ എനിക്കറിയത്തില്ല ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നും അറിയത്തില്ല, സീരിയസ്ലി അറിയത്തില്ല. കല്യാണത്തിന് മുന്നേ തന്നെ കുഞ്ഞാവരി ഉണ്ടോ നമ്മൾ ചിന്തിച്ചു. ഞാൻ എങ്ങനെ എന്തുകൊണ്ട് ഞാൻ പറയില്ല, അതുകൊണ്ട് എന്താ പറയുക, പിന്നെ എനിക്ക് എല്ലാ മനുഷ്യരെ ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഒബ്സർവ് ചെയ്യും. പെട്ടെന്ന് ഞാൻ ആരും വിശ്വസിക്കുന്നു. കുറേ സമയമാണ് എനിക്ക് ആൾക്കാരെ വിശ്വസിക്കും. അതെനിക്ക് ജീവിതം പഠിച്ചൊരു ഭാഗം. അപ്പോൾ ഞാൻ ഇനിയും പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സോ നിങ്ങൾ ഞാനതിൻ്റെ അകത്ത് ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ ഏതാണ്ട് 42 മിനിറ്റ് 43 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. അതിൻ്റെ അകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ബാഡായിട്ടുള്ള സംഭവം ആണ് അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ നിലവിലുള്ള അവരുടെ ഭർത്താവായിട്ടുള്ള അവരുടെ പങ്കാളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടി തന്നെയാണ് ഇത് പബ്ലിക്കിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുന്നത്. അവരെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യമാണ്. അതേസമയത്ത് അവരെ വിവാഹം കഴിച്ച മുൻ ഭർത്താവ് അവരെ ചതിച്ച് അവരെ പലതും മറച്ചു വെച്ച് അവരുടെ ജീവിതത്തിൽ നശിപ്പിച്ച് നാമാവശേഷമായി അടിയും തൊഴിയും കൊടുത്ത് നശിപ്പിച്ച ലൈഫാണ് അവർ. അതെല്ലാം ഏറ്റുവാങ്ങിയിട്ട് അവർ പറയുന്നുണ്ട് ഇതിനകത്തൊരു വേട്, അത് ഞാൻ കേട്ടതാണ്. അതായത് ഒരാൾ നശിപ്പിച്ച ഈ ഒരു ശരീരം, ഒന്നിനും കൊള്ളാത്ത ഈ ഒരു ശരീരത്തിനെ മറ്റൊരാൾ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് അവരതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്. ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിങ്ങൽ തോന്നി. എന്തിനാണെന്ന് ഞാൻ സീരിയസ്ലി ചോദിക്കട്ടെ, ഇവരെ വെറുക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവരെന്ത് കാരണം കൊണ്ടാണ് വെറുക്കുന്നത് ഒന്ന് പറയാമോ? എനിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഇവർ ഭയങ്കര കള്ളിയാണെന്ന് പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കഴിഞ്ഞ വീഡിയോ എടുത്താൽ ഇവർ മഹാകള്ളിയാണ്, ഇവർ നമ്പാൻ കൊള്ളത്തില്ല, ഇവർ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും അവർ പറ്റിച്ചോ? അവർ നിങ്ങളെ ചതിച്ചോ? എന്താണ് സംഭവം? ഒന്ന് നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ നല്ല നല്ല ഭാഷയിൽ നിങ്ങൾ എഴുതൂ, ഞാനൊന്ന് വായിക്കട്ടെ. എന്ത് കാരണത്താലാണ് ഇവരെ കല്ലെറിയുന്നത്?
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സ്ത്രീ ഒരുപാട് അനുഭവിച്ച് അവരുടെ ലൈഫിൻ്റെ അകത്ത് ഒത്തിരി കണ്ടീഷനിലൂടെ ട്രോമാറ്റിക് ആയിട്ട് പോയി അതിൽ നിന്ന് തിരിച്ചു വന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്ന് സന്തോഷമായിട്ട് നിൽക്കുന്ന സമയം മുതൽ അവരെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിനപ്പുറം അവരെന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കണം, പുറകെ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഭയങ്കര മോശമാടേ. ആ ഒരു ജീവിതം അവർ ജീവിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ജീവിക്കൂ, ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ജീവിക്കാം. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് മരിച്ചു പോകില്ലേ? അതുവരെയുള്ള ജീവിതമല്ലേ ഉള്ളൂ. എല്ലാ ഫ്രസ്ട്രേഷനും നമ്മുടെ ലൈഫിൻ്റെ അതുള്ള ഫ്രസ്ട്രേഷനൊക്കെ മറ്റൊരാളുടെ തലയിൽ കൊണ്ടുവന്ന് കയറ്റി അവരെ നശിപ്പിക്കാതെ കൊല്ലുന്നതിൻ്റെ പരിപാടിയുടെ ഉദ്ദേശം എന്താ? സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമ്പോസ്റ്റ് രേഖപ്പെടുത്തുക. ദീപ്തി ടീച്ചർ സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.